قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് മുഹമ്മദ് ജലാൽ അല്ലേ, നിലമ്പൂർ കരുളായി അല്ലേ? മാഷാ അല്ലാ. കഴിഞ്ഞ റൗണ്ടിൽ നിങ്ങൾ വന്നു, മനോഹരമായിട്ട് ഖുർആൻ ഓതി അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ റമദാനിൻ്റെ ഈ രാവുകൾ ശുദ്ധ ഖുർആൻ കൊണ്ട് ധന്യമാക്കുകയാണ്. ഖുർആനിക ചിന്തകൾ, ഖുർആനിൻ്റെ പാരായണം ഒക്കെ നമ്മുടെ ഈ ഖുർആൻ ടാലൻറ്റ് ഷോയുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ ആദ്യത്തെ 1-2 ജുസ്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ തുറന്നു തരാണ്. നമുക്കറിയില്ല ഏതാണത്. ഇൻഷാ അല്ലാ അവിടെ നിന്നാണ് ഓതുന്നത്. ഇൻഷാ അല്ലാ അതിനെ സംബന്ധിച്ചുള്ള ബാക്കി പഠനങ്ങളും ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം. നമുക്ക് ഖിറാഅത്തിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. പേജ് 27-28. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه. إن الله غفور رحيم. يا أيها الذين آمنوا كتب عليكم الصيام كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات
أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون وأن تصوموا خير لكم إن كنتم تعلمون صدق الله العظيم. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. വളരെ മനോഹരമായിട്ട് ഓതിയിട്ടുണ്ട് അല്ലേ? സൂറത്തുൽ ബഖറയുടെ നമ്മുടെ റമളാനുമായി ബന്ധപ്പെട്ട ഒരു വശമാണ് നമ്മൾ ഓതിയതെന്ന് തോന്നുന്നു അല്ലേ? എന്തായിരുന്നു നമ്മൾ ഓതിയ ഭാഗത്തിലെ ആശയം? റമളാനെ പറ്റിയിട്ടുള്ള നോമ്പ്. അതെ, നോമ്പിൻ്റെ നിയമങ്ങൾ, നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നമുക്ക് നിർബന്ധമാണ് എന്ന് ഖുർആനിൽ പറയപ്പെട്ട സ്ഥലം ഇതാണ് അല്ലേ? റമളാനിൽ നോമ്പ് നോൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും അറിയാം. പക്ഷെ റമളാനിൽ നോമ്പ് നിർബന്ധമാണെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന ഭാഗം, ഖുർആനിൽ നിന്നുള്ള ഭാഗം ഇതാണ്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇവിടെ സുയാം എന്ന് പറഞ്ഞാൽ സൗമ്, സുയാം, ഈ രണ്ട് വാക്ക് പരിചയം നമുക്കറിയാം അല്ലേ? സൗമ് എന്ന് പറഞ്ഞാൽ ഒരു നോമ്പ്, സുയാം ഒന്നിലേറെ, സിംഗുലർ പ്ലൂരൽ, സൗമ് സുയാം. പക്ഷേ അസൗമുലി അൻ അജ്സീബി, നോമ്പ് എനിക്കാണ്, ഞാനാണ് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നത്. അവിടെയൊക്കെ സൗമാണ് പറയുന്നത് അല്ലേ? നോമ്പ് എന്ന് തന്നെയാണ് പ്രത്യക്ഷത്തിൽ അതിൻ്റെ അർത്ഥം തന്നെയാണ്. പക്ഷേ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ സൗമ് എന്ന് ഖുർആൻ പ്രയോഗിച്ച സ്ഥലം ഒന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബിയെ ഗർഭം ചുമന്നപ്പോഴാണ് അല്ലേ? ഈസ നബി അലൈഹിസ്സലാമിന് ഒരു ഫിസിക്കൽ ഫാദർ ഇല്ല, അങ്ങനെ ഒരു പിതാവില്ല അല്ലേ? പിതാവില്ലാതെ ബഹുമാനപ്പെട്ടവരുടെ ജന്മം നടക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം അവർ റൂഹ് ഊതി കൊടുക്കുകയാണ് മറിയം ബീവിയിലേക്ക് അല്ലേ? ആ ഗർഭധാരണ സമയത്ത് പല ആക്ഷേപങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് മറിയം ബീവിക്ക്, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക്. അന്നേരം അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ കല്ലിമൽ യൗമ ഇൻസിയ, അത് മനോഹരമായിട്ടൊന്ന് എഴുതിത്തരോ. إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. മാഷാ അല്ലാഹ്, ഞാനിന്ന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു അല്ലേ? നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു. ആ നോമ്പ് എന്തായിരുന്നു? മറിയം ബീവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്
കാരണം ഭക്ഷണം അവിടെ കാണപ്പെട്ടതും ഭക്ഷണം തിന്നുന്നതും ഖുർആൻ അത് ആ വശം പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ സൗമ് നോമ്പെടുത്തിരിക്കുന്നു. എന്താ നോമ്പ്? ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ആരോടും ഒന്നും ഇന്ന് സംസാരിക്കില്ല, ഞാൻ ആരോടും ഒന്നും സംസാരിക്കില്ല. അപ്പോൾ ഉലമാ പറയണം, നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് ഖുർആൻ ഈ സൗം എന്ന് പറഞ്ഞ വശം ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല, വെള്ളവും ഭക്ഷണവും അന്നപാനീയങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു നോമ്പിൻ്റെ പകലിൽ അല്ലേ. പക്ഷേ നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ് അല്ലേ. കം മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സുയാമിഹി ഇല്ലൽ ജൂഅ വൽ അതഷ് അല്ലേ, ബിമഅനൽ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എത്രയോ നോമ്പുകാർ അവർക്ക് അവരുടെ നോമ്പിൽ നിന്ന് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. കാരണം അവരുടെ നാവ് സൂക്ഷിക്കുന്നില്ല, കളവ് പറയുന്നുണ്ട്, അനാവശ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, വെറുതെ സമയം കൊല്ലുന്നുണ്ട് അല്ലേ. നല്ലത് പറയാനും നല്ലതിന് ഉപയോഗിക്കാനും ഒക്കെ അല്ലേ അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കേണ്ടത്. നോമ്പ് കാലത്ത് വിശേഷിച്ചും നമ്മൾ കളവ് പറയില്ല ഇരിക്കട്ടെ, അനാവശ്യങ്ങൾക്ക് പോലും നമ്മൾ സമയം ചെലവഴിക്കരുതെന്നാണ്. അപ്പം നാവ് സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് അത് വലിയ പ്രയാസമാണല്ലേ. ഭക്ഷണം ഉപേക്ഷിക്കാനൊക്കെ വളരെ ഈസിയാണ്, പക്ഷെ നമ്മൾ വാക്കുകളെ സൂക്ഷിക്കുക, വാക്കുകൾ വളരെ ചിന്തിച്ച് പറയുക. ലിസാനുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വറാ ഖൽബിഹി, ഖൽബിൻ്റെ പിറകിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കൊണ്ടാണ് ആദ്യം ആലോചിക്കുക നമ്മൾ എന്താ പറയാൻ പോണത്, എന്നിട്ടാണ് പറയേണ്ടത്. നമ്മൾ ഇന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞതിനെ തിരുത്താനും അതിനെ ന്യായീകരിക്കാനൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് ആലോചിക്കണം. അപ്പോൾ നോമ്പിൻ്റെ കൂടെ തന്നെ അള്ളാഹു സൗം എന്ന വാക്കിലൂടെ ഒരു നോമ്പിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നാവിനെ സൂക്ഷിക്കുന്ന നോമ്പാണ്. തീർച്ചയായും നമ്മളൊക്കെയും ഈ വിഷയം മനസ്സിലാക്കണം. നോമ്പ് അനാവശ്യമായി സമയം ചെലവഴിക്കാനുള്ളതല്ല. വെറുതെ പട്ടിണി കിടന്ന് കുറേ നേരം ഉറങ്ങി എന്തൊക്കെയോ സംസാരിച്ചു എങ്ങനെയൊക്കെയോ സമയം ചെലവഴിക്കാതെ അള്ളാഹു പറഞ്ഞ രീതിയിൽ നമ്മുടെ നാവും നമ്മുടെ ഇമോഷൻ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ചെവികൾ എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അള്ളാഹു അങ്ങനത്തെ ഒരു നല്ല മനോഹരമായ നോമ്പ് നോക്കാൻ നമ്മളെല്ലാവർക്കും, പ്രേക്ഷകർക്കും, നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലേ. അൽഹംദുലില്ലാ. പിന്നെ എന്ന് ഓതിയ ഭാഗത്തിലെ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, ഇവിടെ ജഡ്ജിമാരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി, ഉസ്താദിൻ്റെ അഭിപ്രായം കേൾക്കാം. നമ്മുടെ സയ്യിദ് മുഹമ്മദ് ജലാൽ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇനിയും വളരെ മെച്ചപ്പെടുത്താൻ നമ്മൾ സാധിക്കുന്നതാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ. പിന്നെ അക്ഷരങ്ങളായ സിഫത്തുകൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് ചില അക്ഷരങ്ങൾക്കുള്ള ഇത്ബാഖ് ഇസ്തിലാലോ അത്ര സ്ട്രോങ് ആയിട്ട് സ്ട്രോങ്ങിൽ കൂടി പറഞ്ഞിട്ട് അതിൻ്റെ അക്ഷരങ്ങളെ വൃത്തികേടാക്കരുത്. വളരെ ലോലമായ നിലയ്ക്ക് തന്നെ ആ ശബ്ദങ്ങളെ കൊണ്ടുവരേണ്ടതാണ്. എന്നാൽ ഏറെക്കുറെ നന്നായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത തവണകളിലായി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രമിച്ചാൽ വളരെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ ഖിറാഅത്ത് സ്വീകരിക്കുമാറാകട്ടെ, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൂടുതൽ ഖുർആനെ പറ്റി കൂടുതൽ പഠിച്ച് അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാർഗം അല്ലാഹു തആല സ്വീകരിക്കും തങ്ങൾക്ക് പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 50 മാർക്കിൽ 30 നൽകുന്നതാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദിൻ്റെ അഭിപ്രായം കൂടെ. അൽഹംദുലില്ലാ, നല്ല ഖിറാഅത്തായിരുന്നു. 1-2 സ്ഥലം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മെച്ചപ്പെടുത്താം. ഫലാ ഇസ്മ അലൈഹി എന്നുള്ളിടത്ത് സാഇൻ്റെ സിഫത്ത് വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇസ്മ എന്നുള്ള സാഇൻ്റെ സിഫത്ത് ഹംസ് തീരെ വന്നിട്ടില്ല. ഫലാ ഇസ്മ അലൈഹി എന്നേ വന്നിട്ടുള്ളൂ. ഫലാ ഇസ്മ അലൈഹി, ഫലാ ഇസ്മ അലൈഹി. ആ കാറ്റ് പുറത്തേക്ക് നന്നായി വരണം, അപ്പോഴതിൻ്റെ സിഫത്ത് പരിപൂർണമാകുക. ഇനി കൂടുതൽ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. 50-ൽ 31 മാർക്കാണ് കണക്കാക്കിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. ഉസ്താദുമാർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയിച്ചിരിക്കുകയാണ്. മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു പുതിയ സ്റ്റേജ് നമുക്ക് തരികയാണ് അവർ. ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും മുന്നോട്ട് പോകണം. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ ഈ ഖുർആൻ ടാലൻറ്റ് ഷോയുടെ 2ാം റൗണ്ടിലാണ് ഉള്ളതല്ലേ. അൽഹംദുലില്ലാ, ഇനി മത്സരാർത്ഥികളിൽ നമ്മൾ 3ാം റൗണ്ടിലേക്ക് കടക്കും. അത് ആരൊക്കെയാണ് വരുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രേക്ഷകർ നമ്മളൊക്കെ കാത്തിരുന്ന് കാണാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇവിടെ വന്നത്, നമുക്ക് പാരായണം ചെയ്യുന്നത് എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ തൗഫീഖും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമളാനാണ്, പ്രാർത്ഥിക്കുക, ദുആകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുക. തീർച്ചയായും സന്തോഷം. ജസാക്കല്ലാഹു ഖൈറ. شيبا شبانا وفتيانا
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ വാഹിദ് അല്ലേ, പഠിക്കലിന്. മാഷാ അല്ലാഹ്. കഴിഞ്ഞ റൗണ്ടിൽ ഇവിടെ വന്നു, ഓതി വളരെ മനോഹരമായ ഖിറാഅത്ത് കാഴ്ചവെച്ചു അല്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് സൂറത്തുൽ ബഖറയുടെ ആ ഭാഗങ്ങൾ, ആ 1ഉം 2ഉം ജുസുകളാണ് നമ്മൾ ഓതുന്നത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ തുറന്നുതരും. നമുക്ക് ഇൻഷാ അല്ലാഹ് ഖിറാഅത്ത് കഴിഞ്ഞ് അതിൻ്റെ വിഷയങ്ങളൊക്കെ പഠിച്ച് തജ്വീദിൻ്റെ നിയമങ്ങളും അഹ്കാമുകളും ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവാം. സൂറത്തുൽ ബഖറയിൽ നിന്ന് നമ്മൾ പേജ് 41, 42 നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് ഓതാട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. يا أيها الذين آمنوا أنفقوا مما رزقناكم يا
خلقناكم من قبل أن يأتي يوم لا بيع فيه يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. صدق الله العلي العظيم. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. അബ്ദുൽ വാഹിദ് വളരെ മനോഹരമായി ഖുർആൻ ഓതിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഖുർആൻ ടാലൻറ്റ് ഷോയിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ വിവിധ പാരായണം അല്ലേ, ഓരോ ഖാരികളുടെ രീതിയിൽ വ്യത്യസ്ത മനോഹരമായ ശൈലിയിൽ നമുക്ക് കേൾക്കാനുള്ള വലിയൊരു അവസരമാണ്. നിങ്ങളെപ്പോലെയുള്ള ഖാരിമാർ, നമ്മുടെ കണ്ടസ്റ്റൻസ് നമ്മുടെ സമുദായത്തിൻ്റെ വലിയ അഭിമാനമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ ഖുർആനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഓതി വെച്ച ഭാഗം തിൽക്കർ റുസുലു ഫദ്ദൽന ബഅ്ദഹും അലാ ബഅദ് അല്ലേ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ, അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ സമുദായങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് എവിടെയെല്ലാം മനുഷ്യർ ജീവിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു പ്രവാചകന്മാർ നിയോഗിച്ചു അല്ലേ. നമുക്ക് എത്ര പേരുടെ പേരറിയാം? 25 അള്ളാഹുവിൻ്റെ നബിമാരുടെ പേരെ നമുക്കറിയുള്ളൂ അല്ലേ. 25 പ്രവാചകന്മാരുടെ പേരെ നമുക്കറിയുള്ളൂ ബൈ നെയിം. പക്ഷേ അവരൊരുപാടാണ്. മിൻഹും മൻ ഖസസ്ന അലൈക വ മിൻഹും മൻ ലം നഖ്സസ് അലൈക അല്ലേ. അള്ളാഹു നമുക്ക് കഥ പറഞ്ഞു തന്നിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എവിടെയെല്ലാം മനുഷ്യർ ജീവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അള്ളാഹു അവൻ്റെ നിയുക്തരായ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് അല്ലേ. അപ്പോഴല്ലേ നമുക്ക് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അറിയുള്ളൂ. മനുഷ്യനെ അങ്ങ് പടച്ചു വിട്ടാൽ മതിയോ? നമുക്കൊരു മെഷീൻ, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചത് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മാനുവൽ നമുക്കുണ്ടാവില്ലേ? അപ്പോഴല്ലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് അവൻ്റെ പ്രവാചകന്മാരോട് പറഞ്ഞു തരാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി വന്നത് ഒരു പുതുമയിൽ കാണേണ്ടതില്ല, ഇതിനു മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ എന്നൊരു വലിയ ആശയം അള്ളാഹു പഠിപ്പിക്കുകയാണ്. പിന്നെ ഏതെല്ലാം നബിമാരുടെ പേര് ഇവിടെ പറഞ്ഞു? മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅ്ദഹും ദറജാത്ത് അല്ലേ. അള്ളാഹു തആല ചില ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. ആരാണ് ആ നബി? അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കാനിടയായ സയ്യിദന മൂസ നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അല്ലേ. അള്ളാഹുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. ബഹുമാനപ്പെട്ടവർ അള്ളാഹുമായി സംസാരിച്ചു. ഖുർആൻ അത് മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പിന്നെ ഈസ ബിൻ മറിയം അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പിന്നീട് അള്ളാഹു പറയുന്നത്. ഈസ നബിയിൽ പറയപ്പെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ച ഈസ നബി അലൈഹിസ്സലാമിനെ, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഈസ നബി അലൈഹിസ്സലാം ഇബ്നു മറിയം, മറിയം ബീവിയുടെ പുത്രനാണ് അല്ലേ. ഒരു മനുഷ്യന് ജനിച്ച ആളാണ് അല്ലേ, ഒരു ഉമ്മാക്ക് പിറന്ന ആളാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം പടച്ച തമ്പുരാൻ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, പ്രസവിച്ചവനോ പ്രസവിക്കപ്പെടുന്നവനോ അല്ല, പ്രസവിക്കപ്പെട്ടവനോ അല്ല. ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അവരുടെ ജനനം അത്ഭുതമാണ്, ജീവിതം അത്ഭുതമാണ്. ഈസ നബി അലൈഹിസ്സലാം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ. വലാക്കി റഫഅന, അള്ളാഹു ഈസ നബി അലൈഹിസ്സലാമിനെ ശത്രുക്കളിൽ നിന്ന് ഉയർത്തുകയാണ്. അങ്ങനത്തെ ഈസ നബി ലോകാവസാനത്തോടടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഖിയാമത്ത് നാൾ സംഭവിക്കും മുമ്പ്, അന്ത്യനാൾ സംഭവിക്കും മുമ്പ് ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇവിടെ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനം ചെയ്യും. അതൊക്കെ നമുക്ക് വളരെ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിലെ ഒരു അപാകത അള്ളാഹു നമുക്ക് തിരുത്തുകയാണ്, അല്ലെങ്കിൽ സൃഷ്ടികളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഈസ നബിയുടെ ജനനം അത്ഭുതമായതുകൊണ്ട് അവരെ
ദൈവമായിട്ടോ അല്ലെങ്കിൽ ദിവ്യത്വം കൽപ്പിക്കപ്പെടേണ്ട വല്ല വിഷയവുമുണ്ടോ എന്ന്. അല്ലേ? സുബ്ഹാനല്ലാഹ്. മറ്റിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ബാക്കി എന്താണ്? ഖലഖഹു മിൻ തുറാബ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമും ഈസ നബിയും ചില സാദൃശ്യങ്ങളുണ്ട്. അല്ലേ? ഈസ നബി അലൈഹിസ്സലാമിന് ഒരു ഫിസിക്കൽ പിതാവില്ല എങ്കിൽ ആ പിതാവില്ലാത്തത് കൊണ്ട് ഈസ നബിയുടെ പിതാവ് പടച്ചവനാണ് എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? ആദം നബിയിലേക്ക് നോക്കുന്നില്ലേ? ആദം നബി അലൈഹിസ്സലാം അവർക്ക് ഉപ്പുണ്ടോ? ഇല്ല. ഉമ്മയുണ്ടോ? ഇല്ല. മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് ഉമ്മയുമില്ല വാപ്പയുമില്ല, ഉമ്മയുമില്ല പിതാവുമില്ല. എങ്കിൽ പിന്നെ ആദം നബിയല്ലേ ദൈവമാക്കേണ്ടത്? ഖുർആൻ അതാ ചോദിക്കുന്നത്. ഈസ നബി അലൈഹിസ്സലാമിന് പിതാവില്ലാത്തതിൻ്റെ പേരിൽ ദിവ്യത്വം കൊടുക്കാൻ പാടില്ല. അല്ലാഹു തആല ജനിക്കുന്നവനോ പടച്ച തമ്പുരാൻ ജനിച്ചവനോ അല്ലെങ്കിൽ പ്രസവിച്ചവനോ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. മറിയം ബീവിയെ ദൈവമായിട്ട് വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് ഖുർആൻ പറയുകയാണ്. ആ വിഷയത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഈ മനോഹരമായ ആയത്തുകളിൽ സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ശരിയായ വിശ്വാസം, ഈമാൻ, നമ്മൾ മുർസലീങ്ങളിൽ വിശ്വസിക്കണം. അല്ലേ? മുസ്ലിമീങ്ങൾ പോലും ഈസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തിയാകുമോ? ഇല്ല. നമ്മൾ ഈസ നബി അലൈഹിസ്സലാം വിശ്വസിക്കുന്നു. അല്ലേ? പക്ഷേ യേശു ക്രിസ്തു എന്ന ആ അവസ്ഥയിലല്ല. അള്ളാഹുവിൻ്റെ മഹിതരമായ സന്ദേശവുമായി വന്ന ഒരുപാട് പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് പ്രൊഫറ്റ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടു മുമ്പ് വന്ന പ്രവാചകനാണ് ഈസ നബി അലൈഹിസ്സലാം. ആ രീതിയിൽ നമ്മൾ വിശ്വസിക്കാൻ കടപ്പെട്ടവരാണ്. ഈസ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അലൈഹിസ്സലാം. നമുക്ക് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. അലൈഹിസ്സലാം, പീസ് ബി അപ്പോൺ ഹിം. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈസ നബിയുടെ എല്ലാ നബിമാരുടെയും പേര് പോലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലേ? മാഷാ അല്ലാഹ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഖിറാഅത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ചോദിക്കണം. ആദ്യമായിട്ട് നമ്മുടെ അഭിനന്ദരായ ഉസ്താദ് ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി, ഉസ്താദിൻ്റെ അഭിപ്രായത്തിലേക്ക്. അബ്ദുൽ വാഹിദ് ഖിറാഅത്ത് വളരെ നന്നായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചില അപാകതകൾ ഒഴിവാക്കിയാൽ, അത് പരിശ്രമിച്ച് ശരിയായി കഴിഞ്ഞാൽ പിന്നെ വളരെ മുന്നോക്കത്തിലാണ് ഖിറാഅത്തുള്ളത്. അക്ഷരങ്ങളെ ശിദ്ധത്തിൻ്റെ അക്ഷരങ്ങളുണ്ട്, എന്നാലും അത് ഡബിൾ ശിദ്ധത്തായി പോയിരിക്കുന്നു. അത് അത്ര കടുപ്പത്തിൽ സ്ട്രോങ് ആയിട്ട് ഈ ബാ ജീം ഇതിങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ദാലി ഇതൊക്കെ വല്ലാത്ത ഒരു പരിധിക്ക് പുറത്തായിട്ടാണ് ശിദ്ധത്ത് കാണുന്നത്. അത്ര ശിദ്ധത്ത് അയക്കേണ്ട ആവശ്യമില്ല. ഇസ്തിഫാനൊക്കെ അല്ല, ഈ റിഹുവിൻ്റെ അക്ഷരങ്ങളെ കൂടെ നോക്കി ശിദ്ധത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശിദ്ധത്ത് കൊള്ള നോക്കിയിട്ട് റിഹുവാക്കരുത്, റിഹുവിനെ കൂടെ നോക്കിയിട്ട് ശിദ്ധത്ത് ഉണ്ടാക്കുക. അപ്പോൾ റിഹുവിനേക്കാൾ അല്പം ശിദ്ധത്ത് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ പരിധി. വല്ലാതെ കൂടുതലാകുമ്പോൾ ഒരു അഭംഗിയായിട്ടാണ് തോന്നുക. അതുകൊണ്ട് കൂടുതൽ ഇൻഷാ അല്ലാഹ് ഈ അക്ഷരങ്ങളെ ഉച്ചാരണം അതിൻ്റെ സിഫത്തുകൾ തത്ബീഖ് കൊണ്ട് വന്നാൽ ഖിറാഅത്ത് വളരെ നന്നായിട്ടാണ് കാണുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല കൂടുതൽ അത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ്റെ ഹരിയാക്കി തീർക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അവരെ ഒരു നാഫിയായ ഒരു മാർഗമായി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 50 മാർക്കിൽ 29 മാർക്ക് നൽകാവുക. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദിൻ്റെ അഭിപ്രായം കൂടെ കേൾക്കാം. അൽഹംദുലില്ലാഹ്. നല്ല ഖിറാഅത്തായിരുന്നു. അക്ഷരങ്ങൾ മുറിഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അക്ഷരം പറയുമ്പോൾ നാവ്, ചില അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ നാവ് പുറത്തേക്ക് വരേണ്ടതില്ലാത്ത ചില അക്ഷരങ്ങൾ പറയുമ്പോൾ പുറത്തേക്ക് കൂടുതലായി വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ ഓരോന്ന് കട്ടായി പോകുന്ന രൂപമാണ് കാണുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും ഉയർച്ച അല്ലാഹു നൽകട്ടെ. 50ൽ 28 മാർക്കാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അബ്ദുൽ വാഹിദ് കേട്ടല്ലോ ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ. നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി ഇങ്ങനെ തെളിച്ചു തരികയാണ്. അല്ലേ? ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് മനോഹരമായ ഖിറാഅത്ത് കേൾക്കണം. ഇനിയും കണ്ടസ്റ്റൻറ്റുകൾ ഈ സെക്കൻഡ് റൗണ്ടിലാണ് നമ്മളുള്ളത്. അല്ലേ? ഇനി അടുത്ത റൗണ്ടിലേക്ക്, തേർഡ് റൗണ്ടിലേക്ക് ആരൊക്കെയാണ് ഉള്ളത് നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് മനോഹരമായി ഓതി തന്നതിന് എല്ലാ നന്ദിയും സൂചിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും എല്ലാ തൗഫീഖും അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ഒരിക്കലൂടെ. ജസാക്കല്ലാഹു ഖൈറ. قد أنزل ربي القرآن نورا للناس
للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹ്മൂദ് അല്ലേ, വേങ്ങര കുറ്റൂരിൽ അൽഹംദുലില്ലാ നമ്മുടെ ഖുർആൻ ചാലഞ്ച് ഷോയുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ റൗണ്ടിൽ വന്ന് മനോഹരമായിട്ട് ഖുർആൻ ഓതി. നമ്മുടെ പ്രേക്ഷകരൊക്കെ നിങ്ങളുടെ ഖിറാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ അധികമൊന്നും പറയുന്നില്ല. നമ്മൾ ആദ്യത്തെ 1-2 ജുസ്ഇൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമാണ് ഓതുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബിസ്മില്ലാ. നമ്മൾ ഓതുന്നത് 37-38 പേജാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ തുടങ്ങിക്കോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن فلا تعضلوهن أن ينكحن أزواجهن
والله يعلم وأنتم لا تعلمون. صدق الله العلي العظيم. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. വളരെ മനോഹരമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. സൂറത്തുൽ ബഖറയുടെ ഈ ഭാഗത്തെ ചർച്ചാ വിഷയം എന്തായിരുന്നു? തലാക്ക് ചെല്ലതിനെ കുറിച്ചുള്ള തൊലാഖിനെ സംബന്ധിച്ചാണ് അല്ലേ. തൊലാഖ് ചെല്ലുമ്പോൾ പോലും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ പോലും അവരുടെ നീതി നിഷേധിക്കാൻ പാടില്ല. അവർക്ക് അർഹമായത് നൽകിയേ പറ്റൂ. ഒരു പെണ്ണിന് പുനർവിവാഹം ചെയ്യാനുള്ള അവകാശമുണ്ട് അവരെ തൊലാഖ് ചൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ. അതിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഒരു ഭർത്താവ് പെരുമാറാൻ പാടില്ല. അത് ഭയങ്കര കുറ്റകരമാണ്. യഅ്ലുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. ഇപ്പോൾ ഈ തൊലാഖ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുക നിക്കാഹ്, കല്യാണം എന്നൊക്കെയാണ് അല്ലേ. പക്ഷെ തൊലാഖ് നടക്കുന്നുണ്ട് അല്ലേ. പക്ഷേ തൊലാഖ് എന്ന് പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവ് അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിവാഹം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പക്ഷേ അബ്ഗളുൽ ഹലാൽ ഇലല്ലാഹ് എന്താണ്? അത്തൊലാഖ്. അള്ളാഹുവിന് ഹലാലാണ് തൊലാഖ് ചൊല്ലൽ, ഹലാലാണ്. ഒരാൾക്ക് അതെ തൻ്റെ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അവർ വേർപിരിയേണ്ടി വരും. അതിൻ്റെ നിയമപരമായ വശമാണ് തൊലാഖ്. പക്ഷെ അങ്ങനെ വേർപിരിയുന്നത് അബ്ഗളുൽ ഹലാലാണ്. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളതാണ്, അള്ളാഹുവിന് ഇഷ്ടമല്ല. കാരണം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു സീരിയസ്നെസ്സോടുകൂടെയാണ്, കാര്യബോധത്തോടുകൂടെയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യബോധമില്ലാതെ പ്രവേശിക്കുന്നിടത്താണ് തൊലാഖിലേക്കുള്ള വഴികളുണ്ടാവുക. തൊലാഖ് എന്ന് പറയുന്നത് മാനസികമായ വിഷമങ്ങളുണ്ടാക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കും. ഇങ്ങനെ തൊലാഖിൻ്റെ വേർപിരിയലിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നാട്ടിലേക്ക് നടക്കുകയാണ് അല്ലേ. വിവാഹം, വേർപിരിയലുകൾ. അള്ളാഹു അതിനൊക്കെ ചില നിയമങ്ങൾ ഖുർആൻ്റെ മറ്റു ഭാഗങ്ങൾ, സൂറത്തു നിസായിലും മറ്റു ഭാഗങ്ങളിലൊക്കെ തൊലാഖിൻ്റെ ഘട്ടങ്ങൾ പറഞ്ഞു. ഒറ്റയടിക്ക് ഒരാൾക്ക് തൊലാഖ് ചെല്ലാൻ പറ്റുമോ? ഇല്ല. അവരെ ഉപദേശിക്കണം. ഫഇലൂഹുന്ന അല്ലേ. ഭാര്യ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടവളാണ്. ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ഒരു തരം ഇൻഫീരിയറായിപ്പോയോ എന്ന് ചില ആളുകളൊക്കെ ചിന്തിക്കും. അങ്ങനെ ഉണ്ടോ? ഇല്ല. കാരണം ഭർത്താവ് അവളെ സംരക്ഷിക്കാൻ നിർബന്ധിതനാണ്. ആ ഉത്തരവാദിത്തം ഭർത്താവിനുള്ളത് കൊണ്ട് അനുസരണ അവൾ ഭർത്താവിന് കൊടുത്തേ പറ്റൂ. കാരണം ഭർത്താവ് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഭർത്താവ് ജോലിക്ക് പോയേ പറ്റൂ. ഒരു പെണ്ണിന് ജോലി ചെയ്യൽ നിർബന്ധമുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. അവൾക്ക് താല്പര്യമാണ്, ഇസ്ലാമികമായൊരു ചുറ്റുപാടിൽ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റും, ഭർത്താവിന് തൃപ്തിയുമുണ്ട്, അവൾക്ക് ജോലി ചെയ്യാം. എന്നല്ലാതെ ഭർത്താവ് പറയാം ഞാനിനി വീട്ടിലിരിക്കുകയാണ്, നീ പോയിട്ട് ജോലി ചെയ്തിട്ട് വാ, ശമ്പളം നീ കൊണ്ടുവരും, നമുക്ക് ബില്ലൊക്കെ അങ്ങനെ അടക്കാമല്ലേ, അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് പറ്റുമോ? ഭർത്താവ് ജോലിക്ക് പോയേ പറ്റൂ. ഭർത്താവ് അവളെ സംരക്ഷിക്കേണ്ടവനാണ്. വിവാഹം ചെയ്യുമ്പോൾ തന്നെ മനിസ്തത അമിൻകുമുൽ ബാഅത ഫലതസവ്വജ് അല്ലേ. മഹർ കൊടുക്കാനും ആ വിവാഹം ചെയ്യുന്ന ആ പെണ്ണിന് ചെലവ് കൊടുക്കാനും സംരക്ഷണം കൊടുക്കാനൊക്കെ കഴിയുന്ന ആളുകൾ നിക്കാഹ് ചെയ്യണം. അങ്ങനെ ഭർത്താവ് ഇവൾക്ക് ചെലവഴിക്കുന്നവനാണ്, അവളെ സംരക്ഷിക്കുന്ന ആളാണ്, അവൾക്ക് വസ്ത്രവും താമസവും കൊടുക്കേണ്ട ആളാണ്, അവൾക്ക് അന്നപാനീയങ്ങളും എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കേണ്ട ആളാണ്. അങ്ങനത്തെ ഒരു ഭർത്താവിനോട് ഒരു പെണ്ണ് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഉടനടി തൊലാഖ് ചൊല്ലുകയല്ല, എന്ത് ചെയ്യേണ്ടത്? ഫഅലൂഹുന്ന, അവരെന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഒരുപക്ഷെ ചില വിഷയങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് അത് പരസ്യപ്പെടുത്താതെ, അത്തരം വിഷയങ്ങളൊന്നും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയകളിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ. കുടുംബജീവിതം അതിൻ്റെ സ്വകാര്യതകൾ ഉണ്ടാകണം അല്ലേ. അത് രണ്ടുപേരും ഒരുമിച്ച് ചർച്ച ചെയ്ത് തീർക്കുക, പരിഹരിക്കുക അല്ലേ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം? കിടപ്പറകളിൽ വെടിയുക, അവരുടെ ശാരീരികമായ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുക. അതൊരു തരം ട്രീറ്റ്മെൻറ്റാണ്. ഉപദേശത്തിൽ നിന്ന് നന്നായില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ അവളുമായി ശാരീരികമായൊരു അകൽച്ച പാലിക്കുക. പക്ഷേ വീട്ടിൽ നിന്ന് മാറാൻ പറ്റുമോ? ഇല്ല. കിടപ്പറയിൽ, ആ റൂമിൽ പോലും മാറാൻ പറ്റില്ലെന്നാണ്. ഭർത്താവിന് കിടപ്പറയിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, പക്ഷേ അതൊരു തരം ട്രീറ്റ്മെൻറ്റാണ്, വിഷയത്തെ പരിഹരിക്കാനുള്ള മാർഗമാണ്. എന്നിട്ടും അവൾ നന്നാവുന്നില്ല എങ്കിൽ ആ വിഷയം തൻ്റെ
കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളിരുന്ന് ആ വിഷയം അത് ഒരുമിച്ച് പോവാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതുതന്നെയാണ്, അല്ലേ? ആ ഒരുമിച്ച് പോകാനുള്ള ചർച്ചകളായിരിക്കണം ആ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ചർച്ചയാവേണ്ടത്. എന്നിട്ടും പരിഹാരമാകാത്തൊരവസരത്തിലാണ് എന്തുള്ളത്? ഒരു തൊലാഖ് ചെല്ലുന്നത്. അത് ഒന്നുകൊണ്ട് തുടങ്ങുക, അല്ലേ? അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം ഇന്ന് വളരെ നിസ്സാരമായ വിഷയങ്ങൾക്ക്, ചെറിയ വിഷയങ്ങളായിരിക്കും, വീട്ടിലെ എന്തെങ്കിലും സാമ്പത്തികമായ വിഷയങ്ങളാണല്ലോ ഇന്ന് അധികം ആളുകളും ഒരു കാര്യവുമില്ലാതെ വലിയ ജീവിത ബന്ധങ്ങൾ, വാപ്പയും മക്കളും ഭാര്യ ഭർത്താവും തമ്മിലൊക്കെ നിസ്സാരം എന്തെങ്കിലും പൈസയുടെ പേര് പറഞ്ഞ്, സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ്, യാ അല്ലാ, എന്തൊരു വളരെ കഷ്ടകരമാണല്ലേ? അങ്ങനെയൊക്കെ കുടുംബം വേർപിരിയാണ്. അവിടെ മക്കൾ അവരുമായി ആ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ മനസ്സ് തമ്മിൽ അകലെയാണ്, വൈരാഗ്യങ്ങളുണ്ട്. ഇതൊന്നും പാടില്ലെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിരിയേണ്ടി വന്നാൽ സറാഹൻ ജമീല, വളരെ മനോഹരമായിട്ട് പിരിയുക. അവിടെ മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ വരരുത്, അവരുടെ റൈറ്റ്സ് നമ്മൾ അപഹരിക്കുന്ന അവസ്ഥ, അവരുടെ അവകാശങ്ങൾ കൊടുക്കുക. അങ്ങനെ വേർപിരിയുന്ന അവസരത്തിൽ പോലും പാലിക്കേണ്ട ഒരു നിയമവശം പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഓതിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ഖിറാഅത്തിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കണം. നമ്മുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഖാരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുണ്ടേരി ഉസ്താദിലേക്ക്. മഹ്മൂദ് ഓതിയ പാരായണം വളരെ നന്നായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അക്ഷരങ്ങളെ ഉച്ചാരണ രീതിയും ഉന്നതമുതായ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ മുന്നോക്കത്തിലാകാൻ നിൽക്കുന്നത്. അത് അടുത്ത തവണ ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ച് അക്ഷര മഖ്റജിൻ്റെ കാര്യത്തിലും സിഫത്തിൻ്റെ ആ കമാലിയത്ത് കൊടുക്കുന്ന വിഷയത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ല ഖിറാഅത്തായി അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ സ്നേഹിച്ച് അതിൻ്റെ അനുസരിച്ച് ഓതാനും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിച്ചും കൊണ്ട് 50 മാർക്കിൽ 30 മാർക്ക് നൽകാവുന്നു. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഫഖറുദ്ദീൻ ലത്തീഫി ഉസ്താദിൻ്റെ അൽഹംദുലില്ലാ, നല്ല ഖിറാഅത്തായിരുന്നു. ഖുന്നത്ത് ചെയ്യുന്നിടത്ത് ഫഅംസികൂഹുന്ന എന്നുള്ളിടത്ത് നിങ്ങൾ വഖഫ് ചെയ്യുമ്പോൾ ഉന്നത്ത് വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഹാ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫഅംസികൂഹുൻ, അത് ആരും ശ്രദ്ധിക്കാതെ ഫഅംസികൂഹുൻ, അതൊരു അക്ഷരം സായിദാണ്. അതുപോലെ ചില ഭാഗത്തൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ചില ഭാഗത്ത് വഖഫ് ചെയ്യുമ്പോൾ ഉന്നത്ത് പറ്റ കുറയുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു ഹാ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ യഇലുക്കും എന്നുള്ള ലോഇന് ലൊമ്മത്ത് വ്യക്തമാകുന്നില്ല. യഇലു സുക്കൂനാണോ ലൊമ്മാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ. നമ്മൾ ഓതുമ്പോൾ ഏത് അക്ഷരമാണ് അതിൻ്റെ ഹർക്കത്ത് എന്താണെന്ന് ഒരു കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ആലോചിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഓത്താവണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മഖ്റജ്, ഫഇൻ്റെ മഖ്റജ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അഫ് തുഫ് ലിഹുൻ, കുഫ്ർ, ഇങ്ങനെ ആ സിഫാത്ത് ശരിക്ക് വരണം. അള്ളാഹു ഇനിയും ഉയർച്ച നൽകുമാറാവട്ടെ. 50-ൽ 30 മാർക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ മഹ്മൂദ്, അൽഹംദുലില്ലാ, ഒരിക്കലൂടെ നമുക്കും പ്രേക്ഷകർക്കൊക്കെ മഹ്മൂദിൻ്റെ ഖിറാഅത്ത് കേൾക്കാനുള്ള അവസരം ഉണ്ടായി. 3ാം റൗണ്ടിലേക്ക് ആരൊക്കെയാണുള്ളതെന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആകാംക്ഷയുടെ കൂടെ. ഇൻഷാ അല്ലാഹ് ബിത്തൗഫീഖ്. എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നതിന്, ഇവിടെ ഞങ്ങളുമായി സമയം ചെലവഴിച്ചതിന് നന്ദി. ബഹുമാനപ്പെട്ട ജഡ്ജസിന് വേണ്ടി, ഈ ഖുർആൻ ചാലഞ്ച് ഷോ സീസൺ 2 വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരെയാണ്.